ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓണം റെസിപ്പി ആയിട്ട് തന്നെയാണ്. വളരെ രുചികരമായൊരു സദ്യ സ്പെഷ്യൽ ഇഞ്ചിത്തീയലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ടാക്കുന്ന പോലെയല്ല, കുറച്ച് വ്യത്യാസമായിട്ട് തേങ്ങയൊക്കെ വറുത്തരച്ചാണ് ഇത് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കുറേയധികം ഓൺ റെസിപ്പീസിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. കാണാത്തവരെല്ലാം കണ്ടു നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനകത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇഞ്ചി തീയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. തീയൽ ഉണ്ടാക്കാൻ ആവശ്യമായ ഇഞ്ചിയാണിത്. ഇത് ഞാനിവിടെ നന്നായിട്ട് ഇതിൻ്റെ പുറമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തെ തൊലിയെല്ലാം നമ്മൾ ചിരണ്ടി കളഞ്ഞതിന് ശേഷം ഇത് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇഞ്ചി തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1 കപ്പ് ഇഞ്ചി കാണും. ഇത് നമുക്ക് ഇനി ഒരു മിക്സിയിലിട്ടൊന്ന് തരിതരിപ്പായിട്ടൊന്ന് ചതച്ചെടുക്കാനുള്ളതാണ്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കഷ്ണങ്ങൾ നമുക്ക് മിക്സിയിൽ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. അരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ വെണ്ണ പോലെ ഒന്ന് അരേണ്ട, ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇഞ്ചി ഈ കാണുന്ന പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇഞ്ചിത്തീയലിന് ഒരു അരപ്പുണ്ടാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, 1 നുള്ളു ഉലുവ, 1 കപ്പ് തേങ്ങാപ്പീര, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് കറിക്ക് ആവശ്യമായ വാളംപുളിയാണിത്. ഞാനിവിടെ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ പുളിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് ഞെരടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാം. തീയലിൻ്റെ അരപ്പുണ്ടാക്കാനായിട്ട് നമുക്ക് ഈ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങാപ്പീര, ചെറിയ ജീരകം, കുരുമുളക്, ഉലുവയും കൂടെ ഇട്ട് ഒന്ന് വറുക്കണം. തേങ്ങാപ്പീര ഇട്ടതിന് ശേഷം ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈ എടുക്കാതെ നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് വറുക്കണം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് വറുക്കണം. ഇപ്പോൾ തേങ്ങാപ്പീര ഈ കാണുന്ന പോലെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ പാകത്തിൽ വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. പൊടികൾ ചേർത്ത് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ ചൂടെല്ലാം കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇത് അരക്കുമ്പോഴത്തേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇനി മിക്സി മൂടി നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങ ഈ കാണുന്ന പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഈ ഇഞ്ചിയൊക്കെ ഇട്ട് വറുക്കുമ്പോഴത്തേക്ക് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് മൂപ്പിക്കണം. ഇവ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ആ ഇഞ്ചിയിലെ വെള്ളമെല്ലാം വറ്റി പച്ചമണമെല്ലാം മാറി വരുന്നവർ നന്നായിട്ട് വഴറ്റാം.
വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുള്ളൂ. ഇഞ്ചി വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഒരു 1/4 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതുകൊണ്ട് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും ഉള്ളിയൊക്കെ ഒന്ന് മൂത്തൊരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മിക്സി കഴുകിയ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കറി കൂടുതൽ തിക്കാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കറി ഒന്ന് നന്നായിട്ട് തിളക്കാൻ അനുവദിക്കണം. കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ പാൻ ഒന്ന് മൂടി വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം. ഇടയ്ക്ക് പാൻ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ ഏകദേശം കറി ഒന്ന് കുറുകിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ശർക്കര ചീകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും കുറച്ച് സമയം മൂടി വെച്ച് കുക്ക് ചെയ്യാം. വീണ്ടും പാൻ മൂടി വെച്ച് ഒരു 2-3 മിനിറ്റും കൂടെ കുക്ക് ചെയ്യാം. ഇപ്പോൾ പാൻ മൂടി വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പൊ ഇഞ്ചിത്തീയൽ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കൂടുതൽ കുറുകണ്ട, കുറച്ച് സമയം ഇരിക്കുമ്പോൾ വീണ്ടും കുറുകി വരും. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. രുചികരമായ ഇഞ്ചിത്തീയൽ റെഡി ആയി കഴിഞ്ഞാൽ ഇത് നമുക്കൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണസദ്യക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണിത്. വളരെ ടേസ്റ്റിയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയറും കമൻറ്റും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.